ഹായ് ഫ്രണ്ട്സ്, ഇത് ചിൻഡോയാണ്. ഇത് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോവാണ്, എണ്ണ കാച്ചാൻ പോവാണ്. കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണ. അത് നല്ല നീണ്ട തലമുടി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉള്ളു തൂർമതി ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ നരച്ച തലമുടിയൊക്കെ ഒന്ന് കറക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണ. പണ്ടത്തെ ആൾക്കാർ സ്ഥിരം ഉപയോഗിച്ചിരുന്നു. ഇപ്പം എൻ്റെ അമ്മച്ചി തന്നെ എൻ്റെ കസിൻസിനൊക്കെ ഈ എണ്ണ കാച്ചിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കില്ലൊക്കെ ഗൾഫിലൊക്കെ പോയ കാരണം അങ്ങനെ ഉപയോഗിക്കും. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ എൻ്റെ അമ്മച്ചിക്കും എൻ്റെ ഭാര്യയ്ക്കും അനിയൻ്റെ ഭാര്യയ്ക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി അമ്മച്ചി ഇപ്പോൾ ഉണ്ടാക്കി. അത് ഞാനൊരു വീഡിയോ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കണത്, ഏതൊക്കെ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? 1 കിലോ കഞ്ഞുണ്ണി എണ്ണ ഉണ്ടാക്കാനുള്ള ചേരുവകളാണിത്. കയ്യോന്നി 1 കിലോ, വേരടക്കം 2 നാളികേരത്തിൻ്റെ പാല്, ചിറ്റാമൃതിൻ്റെ മുകളിലത്തെ മൊരി കളഞ്ഞതും ഉള്ളിലത്തെ നാര് കളഞ്ഞതിന് തൊലി 300 ഗ്രാം, നാടൻ നെല്ലിക്ക കുരു കളഞ്ഞത് 1 കിലോ, കറിവേപ്പിൻ്റെ ഇല 150 ഗ്രാം, ആര്യവേപ്പിൻ്റെ ഇല 150 ഗ്രാം, ഉമ്മത്തിൻ്റെ ഇല 300 ഗ്രാം, നാടൻ പശുവിൻ്റെ പാല് നാഴി. വീട്ടിലെ ആട്ടിണ്ടാക്കി വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. 1 ലിറ്റർ 1 കിലോ. അഞ്ചനക്കല്ല് 50 ഗ്രാം, ഇരട്ടി മധുരം 50 ഗ്രാം. കഞ്ഞുണ്ണി വേരടക്കം ഇടിച്ചു പിഴിഞ്ഞ് ഇലകളെല്ലാം ഇടിച്ചു പിഴിഞ്ഞതിൻ്റെ നീര് വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കുന്നതാണ് നമ്മുടെ കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ച വെളിച്ചെണ്ണയിൽ മരുന്നിൻ്റെ കൂട്ടുകളും കഞ്ഞുണ്ണിയും പിന്നെ നീലമരിയും നെല്ലിക്കും എല്ലാതും കൂടി ചേർത്തൊരു ചേരുവയുടെ സൂപ്പർ എണ്ണയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് കാണാം. നമ്മൾ വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് എണ്ണ കാച്ചാനായിട്ട്. അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഇവിടെ അരച്ച് വെച്ച് പിഴിഞ്ഞിട്ടുള്ളത് നോക്കി നോക്കാം. ഇത് ഉമ്മത്തിന്റെ നീരാണ്. അല്ല മിച്ചേ, ഇതെന്തിട്ട് നീരാ? ഇത് വേപ്പിന്റെയും കക്കിന വേപ്പിന്റെയും പിന്നെ കറിവേപ്പിന്റെയും ഇലയുടെ നീരാണിത്. ഇത് നമ്മള് നേരത്തെ വീഡിയോയിൽ കാട്ടിട്ടുണ്ടായിരുന്നില്ല, നീലാമരി കിട്ടിയിട്ടുണ്ടായിരുന്നു. നീലാമരിയുടെ നീരാണിത്. പിന്നെ ഇത് നമ്മുടെ കഞ്ഞുണ്ണി ഇടിച്ച് പിഴിഞ്ഞതിന്റെ നീര്. ഇത് 2 നാളികേരത്തിന്റെ പാല്. ഇത് വെളിച്ചെണ്ണ. ഇത് നെല്ലിക്കയുടെ നീര്. ഇതെന്തിന്റെ നീരാ? ഇത് ചിറ്റാമൃതിന്റെ നീരാണിത്. ഇത് 2 നാഴി പാല്, നാഴി പാല്. ഇത് ഇരട്ടി മധുരം. ഇത് അഞ്ചനക്കല്ല്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഉമ്മത്തിന്റെ ഇല പിഴിഞ്ഞ് നീര് ഒഴിക്കണം ആദ്യമായിട്ട്. ഇതെന്തിനു നീരെടുത്ത് ഒഴിക്കണേ?
കറിവേപ്പിന്റെയും കക്കിണ വേപ്പിന്റെയും നീരാണ് രണ്ടാമത് ഒഴിച്ചത്. ഇതെന്നിട്ട് ഒഴിക്കണേ? നീലമരിയുടെ നീര് കേട്ടോ. അരച്ചെടുത്തിട്ട് അത് തോർത്തുമുണ്ടിൽ പിഴിഞ്ഞ നീരാണത്. നീലമരിയുടെ നീരാണ് ഇത്. എന്നിട്ടാ കഞ്ഞുണ്ണി ഇടിച്ചു പിഴിഞ്ഞ്, സമൂലം ഇടിച്ചു പിഴിഞ്ഞ്, അതായത് വേരും പൂവും കായും ഇലയും തണ്ടും എല്ലാതും ഉരലിൽ ഇടിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തതിന്റെ നീരാണിത്. തോർത്തുമുണ്ടില് കിഴി കെട്ടി പിഴിഞ്ഞതാണ് ഇതൊക്കെ. ഇതിൽ ഇലയുടെ ചണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെന്താ ഒഴിക്കണേ? ഇത് ചിറ്റാമൃതിന്റെ മുടി കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ ഭാഗത്ത് കളഞ്ഞിട്ട് അതിന്റെ തൊലി മാത്രം ഇടിച്ച് പിഴിഞ്ഞ നീരാണിത്. അടുത്തത് നെല്ലിക്കയുടെ നീരാണ് ഒഴിക്കണേ. നമുക്ക് നാടൻ നെല്ലിക്ക മേടിക്കാൻ കിട്ടും. അതിന്റെ നീര് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിന്റെ നീര്. ഇത് ഇനി അടുത്ത് ഒഴിക്കണത് പശുമ്പാലാണ്. നാടൻ പശുവിന്റെ പാലാണത്. നാടൻ പശുവിന്റെ പാൽ തന്നെ പരമാവധി സംഘടിപ്പിക്കുക. പാക്കറ്റ് പാൽ ഒഴിവാക്കുക. ഇനി അടുത്തത് 2 നാളികേരത്തിന്റെ പാലാണ്. ലേശം വെള്ളമൊക്കെ ഒഴിച്ച് അത് പിഴിഞ്ഞെടുത്തതാണത്. 1-ാം പാല് മാത്രമാണ് കേട്ടോ അത്. 2-3 നാളികേരൊക്കെ ചിരകി അതിന് പിഴിഞ്ഞതിന്റെ നീരാണ്. ഇനി എന്താ ചെയ്യണം വെച്ചത്? ഇത് ഇനി തിളച്ചതിന് ശേഷം ഇതിലിപ്പോ നമ്മള് വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പൊ ആ വെള്ളമൊക്കെ നീരാവിയായി പോകും. അപ്പൊ നമ്മുടെ ഇലയുടെ സത്തുകൾ മാത്രമാണ് അതിൽ നിൽക്കുക. ഇപ്പൊ ഇലയുടെ സത്തുകൾ മാത്രം ഒന്ന് തിളയ്ക്കണം. അപ്പൊ അതിലത്തെ വെള്ളമൊക്കെ പോകണം. നന്നായിട്ട് തീ വെക്കുക. നമ്മുടെ ഈ എണ്ണ ഒഴിച്ച് കൂട്ട് ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള കൂട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് വറ്റിയിട്ട് ഏകദേശം 1 ലിറ്ററോളം ആവണം. എണ്ണ കായണം മണക്ക് വരുന്നത്. ഇപ്പൊ നമ്മളെല്ലാ കൂട്ടും ഒഴിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ കൂട്ട്. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കില്ല നമുക്ക്. ഏത് പരിപാടി ചെയ്യാം? ഏകദേശം ചളി രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അരക്കിലമർന്ന ഭാഗമാകുമ്പോൾ നമ്മളിതെടുത്ത് മാറ്റും. ഇപ്പൊ നമ്മുടെ എണ്ണ നമ്മൾ ഊറ്റിയെടുത്തു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തോർത്തുമുണ്ടിലേക്ക് എല്ലാതും ഇട്ട് പിഴിഞ്ഞെടുത്തതാണ്. തോർത്തുമുണ്ടിന്റെ കളർ ഏകദേശം പച്ച കളറ്. ആ ഇലകളുടെ ഒക്കെ കളറാണ് പച്ച കളറിലിരിക്കണേ. നമ്മുടെ ഉരുളിയുടെ അവസ്ഥ ഇപ്പൊ ഇതാണ്. എല്ലാതും വടിച്ചെടുത്തു. ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ചേർക്കാനായിട്ടുണ്ട്. അത് കർപ്പൂരാണ്. അതിൽ 1-2 കർപ്പൂരം മതിയാവും. ഇതിട്ടാ മതി അല്ലേ? വെറുതെ ഇട്ടാൽ മതി. ആ ചൂടില് 3 ചൂടിൽ അത് കറക്റ്റായിട്ട് അരിഞ്ഞ് ഒരു മണക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എണ്ണ കഴിഞ്ഞ് നമുക്കിത് കുപ്പിയിലാക്കി വെക്കണം. അതാണ് അടുത്ത പണി.
പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണയിൽ നീലമിരി പിന്നെ നെല്ലിക്ക തുടങ്ങിയ നമുക്ക് തലയ്ക്ക് നല്ല തണവ് കിട്ടുന്ന സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഒരു ലേശം എടുത്തിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അത് പരീക്ഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക. എന്താ വെച്ചാൽ നല്ല തണവ് വരുന്നതാണ് ഈ തലയിലേക്ക്. നമ്മൾ തലയോട്ടിയിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യാം. ഈ ബൃംഗരാജിന്റെ ഓയിലൊക്കെ ചെയ്യണ പോലെ, ബൃംഗരാജാണ് ഈ കഞ്ഞുണ്ണി എന്ന് പറയുന്നത്, കയ്യോന്നി എന്ന് ചിലടത്ത് പറയും, നമ്മുടെ കഞ്ഞുണ്ണി എന്ന് പറയാം. അപ്പോൾ നന്നായി മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തിര അല്ല, മുട്ട് പിന്നെ പൂവൊക്കെ കൂടി ചേർത്ത് അരച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ട് അത് കഴുകി കഴിഞ്ഞ് നമ്മുടെ തലയോട്ടിൽ ആ തലമുടിയിലുള്ള എല്ലാ എണ്ണയും പോവും. പിന്നെ ഒരു ചെറിയൊരു നല്ല തണവ് കൊണ്ട് കൂടുതൽ സമയം വെക്കണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് തണവ് കൂടിയിട്ട് 15 ജലദോഷം വന്നിട്ട് പ്രശ്നമാവാൻ നിൽക്കണ്ട. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഒരു കുപ്പിയിലേക്ക് കുഴിച്ച് നല്ല ഭംഗിയാക്കി വെച്ചു. അതിന് പച്ച കളറാണ് ഈ എണ്ണ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് കാണുമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.